നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭാവനയുടെ വല്യച്ഛന്റെ ബുദ്ധിമോശം കൊണ്ട് കടക്കാരനായത്. ശരിയമ്മേ, 1-2 രൂപയല്ല, പലപ്പോഴായിട്ട് കോടികളാ വല്യച്ഛൻ പലർക്കും കൊടുക്കാനുള്ളത്. ഇപ്പൊ തന്നെ ICUലെയും സ്കാനിങ്ങിന്റെ ഒക്കെ ആയിട്ട് നല്ലൊരു തുക ഹോസ്പിറ്റലിലെ ബില്ലായിട്ടുണ്ട്. പക്ഷെ വല്യച്ഛന്റെ കയ്യില് അത്രയും കാശില്ല. സ്വന്തം മകളോട് ആഭരണം ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ സന്തോഷിച്ച് പാർട്ടി നടത്തുമായിരുന്നു. പക്ഷെ എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ. നിന്റെ സ്ഥാനത്ത് വെല്ലിച്ചനായിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടിൽ കേക്ക് മുറിച്ചായിരിക്കും ആഘോഷിക്കുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് ചെയ്തോട്ട. വല്യമ്മ എനിക്ക് തരാൻ വേണ്ടി തയ്യാറാക്കിയ ജ്യൂസ് കുടിച്ചിട്ടാണ് വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നതെന്ന് ഇവരൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? വേണ്ട, തൽക്കാലം ആരോടൊന്നും പറയണ്ട. ഭാവന, കുറച്ചൊക്കെ താനും ശ്രദ്ധിക്കണം. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്തല്ലോ. ഇനിയിപ്പോ ഹോസ്പിറ്റലിലെ ബാധ്യതകളൊന്നും താൻ ഏറ്റെടുക്കാൻ പോരുത്. അതെ മോളെ, അവരായി അവരുടെ പാടായി, വിട്ടേക്ക്. അവനെവിടെ പോയി ആന്റി? എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. ആ എങ്കിൽ പിന്നെ പോയച്ചു വരട്ടെ. അരുന്ധതി, സോറി. അവനങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അടിച്ചു പോയതാ. ഭാവന ചർച്ചയിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള വർത്താനല്ലേ ഭരതേട്ടൻ പറഞ്ഞത്? ചുമ്മാ നീ പറയുന്ന അവൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നോട് അവന്റെ ദേഷ്യം മൊത്തം. നല്ല ദേഷ്യത്തിലാ ഭരത് പോയത്. അവന്റെ ഭാഗത്താ ന്യായമെന്നാ അവന്റെ സംസാരത്തിലുള്ളത്. പോട്ടെ മായച്ചി, അവൻ വരും. ഇതൊക്കെ സ്വയം ഞാൻ ആരോ ആണെന്നുള്ള തോന്നലുകൊണ്ട് വരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാമ എവിടെ? ഭാമേച്ചിക്കും ഭരതേട്ടനെ ചേച്ചി അടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതാണ്ടൊക്കെ ഭാമേച്ചിയും ചേച്ചിയോ പറഞ്ഞിട്ടാ പോയത്. അവള് കാര്യം തന്നെ മായച്ചി പറഞ്ഞത്. അവളുടെ ശരി അവള് പറഞ്ഞു, അത്രേ ഉള്ളൂ. മോള് കരഞ്ഞതുകൊണ്ട് അവള് പോയത്. നിങ്ങൾ എന്തായാലും അകത്തേക്ക് വാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ നല്ല കാര്യം വന്നാൽ അന്നൊരു പ്രശ്നം ഉറപ്പാ. അല്ലേ മായ? ഏട്ടൻ പറഞ്ഞു ശരിയാ. സാധാരണ വല്യച്ഛനും വല്യമ്മയോടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത്തവണ അവര് വന്നില്ലെങ്കിലും അവരെ കാണാൻ പോയതിന്റെ പേരില പ്രശ്നം ഉണ്ടായത്. വാ വാ മക്കളെ, വാ. നീ ചെല്ല്. വാ. സൂര്യ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന? ഒന്നുമില്ല, ഞാൻ വെറുതെ ഭരത്തിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എത്ര പെട്ടെന്ന് അവൻ മാറിയത്. ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സൂര്യ. സൂര്യയോട് അങ്ങനെ അവൻ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. എന്തായാലും താനവനെ തല്ലണ്ടായിരുന്നു, അതും അരുന്ധതിയുടെ മുന്നിൽ വെച്ച്. എത്ര വലിയ ആത്മാർത്ഥതയുള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവഗണിക്കപ്പെട്ട ചിലപ്പോ അതുവരെ ഉണ്ടായിരുന്ന ആത്മാർത്ഥതയൊക്കെ അങ്ങ് പോകും. അതാ ഇവിടെയും സംഭവിച്ചത്. അല്ല, തൻ്റെ കണ്ണിൽ ഭരത്തിപ്പോഴും കൊച്ചുകുട്ടിയാണ്. അതുകൊണ്ട് അവൻ പറയുന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പോ അവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണോ സൂര്യ പറയുന്നത്? ഇവിടെ എന്ത് ശരിയും തെറ്റും നോക്കാനാ ഭാവന. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിനുള്ളില്. ഇവിടെ പുറത്തുനിന്നുള്ള ആരുമില്ല. പരസ്പരം ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലേ നമുക്കെന്നും വിലയുണ്ടാവും. അതുകൊണ്ട് ഭരത്തിനെ കണ്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് താൻ വന്നാൽ മതി. ഞാനും അത് തന്നെ ആലോചിച്ചത്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ അവന് അടി കൊടുത്തത്. അതവനെ നന്നായിട്ട് വേദനിച്ച് കാണും. ഭാവന, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വേദനിക്കുന്നത് ശരീരത്തിനല്ല, മനസ്സിന്. ഇപ്പോ ഭരത്തിന്റെ മനസ്സിനാണ് വേദന. അത് മാറണമെങ്കിൽ
നല്ല 2 വാക്ക് ഭാവനയിൽ തന്നെ കേൾക്കണം. എന്നാലേ ഭരത്തിന്റെ മനസ്സിന് മാറ്റം വരും. എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് ഞാൻ വരാം. പിന്നൊരു കാര്യം, താനിനി സംസാരിക്കാനോ ക്ഷമ പറയാനോ പോകുമ്പോൾ ഭരത്തിന്റെ സമീപനം ശരിയായില്ലെങ്കിൽ പിന്നെ വിട്ടേക്കണം. നമുക്ക് വേറെ മാർഗമുണ്ട്. ചിലർക്ക് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല. അത്തരക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും പാടാ. തന്നെ ഇനി ഇവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഭാവന. മനസ്സിലാക്കിയിരുന്നെങ്കിൽ താനിപ്പോ ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ കാഴ്ചപ്പാടിൽ അന്നും ഇന്നും ഒരു മാറ്റമില്ലാതെ തന്നെ സ്നേഹിക്കുന്നത് 3 പേര്: ആന്റി, സേതുവേട്ടൻ, മായേച്ചി. ശരിയല്ലേ? ശരിയാ സൂര്യ, എനിക്കതറിയാം. എന്നിട്ടും താൻ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നില്ലല്ലോ. അതെങ്ങനെ പറ്റും സൂര്യ? ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കില്ലല്ലോ. എന്റെ ശരികളെ എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഇത്രയൊക്കെ നന്നായി എന്റെ കുടുംബം കൊണ്ടുപോകാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യ. ഇനി ഭാനുവിന്റെ കാര്യം കൂടി വിജയിച്ചാ ഞാൻ സേഫാ, അല്ലേ സൂര്യ? ഭാനുവിന്റെ കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. തന്റെ ആഗ്രഹം പോലെ അവളൊരു ഡോക്ടറാക്കണം. എന്താ? അതെ സൂര്യ, ആ ആഗ്രഹം കൂടി നടന്നാ ഞാൻ വിജയിച്ചു. ഇനിയിപ്പോ തന്റെ വിജയങ്ങൾ എന്റെയും വിജയമാണല്ലോ, അല്ലേ ഭാവന? ഞാൻ ഇറങ്ങട്ടെ. മോളെ, നിനക്കും കൂടെ സൂര്യയോടൊപ്പം പോകായിരുന്നില്ലേ? നീ എന്തിനാ മോനെ മാത്രമായിട്ട് പറഞ്ഞു വിട്ടത്? ഭരത് വന്നിട്ട് പോവാമേ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ അവനെ തല്ലിപ്പോയതാ. അവൻ വന്ന് സമാധാനപ്പെടുത്തിയിട്ട് പോവാം. മോളെ, അവൻ നിറുകേട് കാണിച്ചിട്ടാ നീ അവനെ തല്ലിയത്. അതിനിപ്പോ ക്ഷമ പറയാനോ സമാധാനപ്പെടുത്താനോ ഒന്നും നിക്കണ്ട. ഇല്ലമ്മേ, അവനെ ഒന്ന് കാണാതെ പോയാ എനിക്ക് സമാധാനം കിട്ടില്ല. അവന് മാനസികമായിട്ട് നല്ല വിഷമമായി കാണും. അമ്മേ, ഭാമ പറഞ്ഞതുപോലെ അരുന്ധതിക്ക് മുമ്പിൽ വെച്ച് ഞാൻ അവനെ തല്ലാൻ പാടില്ലായിരുന്നു. എല്ലാവരും ഉപദേശിക്കാറുള്ള ഞാൻ തന്നെ ഇങ്ങനെയായി പോയല്ലോന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. ആ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. നിന്റെ വില നീ തന്നെയാ കളയുന്നത്. ഇതുകൊള്ള അവൻ പെണ്ണ് കെട്ടിയെന്ന് കരുതി നിന്റെ അനിയനല്ലാതാവത്തില്ലല്ലോ. ഉണ്ടോ? അവൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാം. തെറ്റ് കണ്ടാ നമ്മളാരും പറയാൻ പാടില്ല, അല്ലേ? എല്ലാവരെയും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അമ്മേ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതാ മണ്ടത്തരം. ആ, അത് നിന്റെ നിലപാട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ അത് ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മേ, എനിക്ക് അമ്മയെ പോലെ പെരുമാറാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളും ഞാൻ പറയുന്നത് കേട്ടല്ലേ അവൻ പഠിച്ചതും ഇതുവരെ എത്തിയതും. അതെ, അതിന്റെ നന്ദിയാണല്ലോ നിന്നോട് അവൻ കാണിക്കുന്നത്. ഇവിടെ എങ്ങനെ പഠനം തുടരണമെന്നറിയാതെ ഓരോ പിള്ളേര് കിടന്ന് കഷ്ടപ്പെടുക. പലരും പാർട്ട് ടൈം ജോലി ചെയ്താ ഇവിടെ പഠിക്കാൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ നിന്റെ സഹോദരങ്ങൾ അങ്ങനെയായിരുന്നു. 1 രൂപ സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്ന് ഇവിടെയുള്ള ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മേ, ഭരത്തും ജോലിക്ക് പോയിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടി? കുറുക്ക് വഴിയിലൂടെ അവന് ജോലി നേടാൻ, കൈക്കൂലിക്ക് വേണ്ടി. അല്ലാതെ ഇവിടെ അവൻ എന്ത് മലമറിക്കുന്ന ജോലിക്കാ പോയിട്ടുള്ളത്? പോട്ടെ അമ്മേ, ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് നേടാനാ? വെറുതെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വഷളാക്കാനേ പറ്റൂ. നോക്ക്, ഞാൻ ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. സൂര്യകുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ നിൽക്കരുത്. അമ്മ, സൂര്യക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഭരത്തിനെ ഞാൻ തല്ലിയതിന് സൂര്യ എന്നെ വഴക്ക് പറഞ്ഞു. അവനോട് സോറി പറഞ്ഞിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു. ആ, സൂര്യകുഞ്ഞായതുകൊണ്ട് കൊള്ളാം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് നിന്നെയും കൊണ്ട് പടിയിറങ്ങിയനെ. പിന്നെ ഇങ്ങോട്ടോട്ട് വരാനും പോകുന്നില്ല. അവിടെയല്ലേ അമ്മേ സൂര്യയോട് നമുക്ക് എല്ലാവർക്കും ബഹുമാനം തോന്നുന്നേ. ഭരത്തിനെ കുറിച്ച് സൂര്യയോട് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അവന്റെ വിവരക്കേടിന് അവൻ എന്തോ പറഞ്ഞു. ആഹാ, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സൂര്യമോനോട് അവൻ ഇങ്ങനെ പെരുമാറുന്നത്. മുൻപും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ളതല്ലേ? ഇതവൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാ. വിടമ്മേ, വെറുതെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? ആദ്യം അവനിങ്ങ് വരട്ടെ. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്താം. ഇതാണ് നിന്റെ കുഴപ്പം. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അമ്മ